മാളു ചേച്ചി എന്തോ നല്ലൊരു തിരുവോണായിട്ട് ഇങ്ങനെയൊക്കെ പിന്നെ പൂക്കൾ കൊടുക്കുന്നു, ഓണക്കോടി കൊടുക്കുന്നു, ഇനി സദ്യ ഒരുക്കണ്ടേ? പിന്നെ വേണം. അമ്മ വനും മീനും ഒക്കെ വരുന്നതല്ലേ. നീ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? നമ്മുടെ അമ്മച്ചീസ് ഉള്ളപ്പോൾ ഇത്തവണയും നമ്മുടെ അമ്മച്ചീസ് ഓണസദ്യ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആണോ? ആ ചേച്ചി, നമ്മുടെ ഓണസദ്യ എത്തിയല്ലോ. ഇഷ്ടായോ? ആ. വാ നോക്കാം. ഓക്കെ. വാ ഗായത്രി കുട്ടി, എന്തോ? ഇത്തവണ നമ്മുടെ അമ്മച്ചീസിന്റെ ഓണസദ്യ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്താലോ? തുറക്കാം. യെസ്. എല്ലാവർക്കും അമ്മച്ചീസ് കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ. തളിരിലയിൽ തിരുവോണ സദ്യ ഒരുക്കാൻ രുചിയൂറും വിഭവങ്ങൾ. നോക്കാം. ഓ, നാടൊക്കെ മിസ് ചെയ്യുന്നു വല്ലാണ്ട്. അല്ല, ഇത് എത്ര പേർക്കുള്ളതാ? 5 പേർക്ക്. ആ. അപ്പൊ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. 5 പേർക്കുള്ള വാഴയില, കായ വറുത്തത്, ശർക്കര വരട്ടി. നാട്ടിലായിരുന്നപ്പോ ഇതിനൊക്കെ എന്ത് അടിയായിരുന്നു അല്ലേ? ശരി. ഇപ്പൊ നാട് വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഈ ഓണമൊക്കെ വരുമ്പോഴേ നമുക്ക് ഭയങ്കര അതെ. മിസ്സിംഗ് അല്ലേ? അത് മിസ് ചെയ്യാതിരിക്കാനാണ് അമ്മച്ചീസ് ഇത്തവണ ഓണസദ്യ അടിപൊളിയാക്കിയിരിക്കുന്നത്. ഹൽവ, പപ്പടം, ദാ കാളൻ, അതിന് പുറകെ ഓലുണ്ട് കേട്ടോ. അടുത്തത് പുളിയിഞ്ചി, ലെമൺ പിക്കിൾ, മാംഗോ പിക്കിൾ, എന്റെ ഫേവറേറ്റ് പൈനാപ്പിൾ മധുരക്കറി. കുറച്ചാട്ടോ തരുള്ളൂ. എന്റെ ഫേവറേറ്റ് എരിശ്ശേരി, എനിക്ക് വേണ്ട, നീ എടുത്തു. അച്ചിങ്ങ മെഴുക്കുവരട്ടി, കൂട്ടുകറി, ആഹാ പരിപ്പ് കറി, കുറച്ച് നെയ്യ് ബീട്രൂട്ട് ഒഴിച്ച് കഴിക്കണം. അടുത്തത് ദാ മെയിൻ ആള് വന്നല്ലോ, അവിയൽ. അതിന് പുറകെ എന്റെ ഫേവറേറ്റ് സാമ്പാറുണ്ടേ. അങ്ങനെയാണെങ്കിൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് അടപ്രഥമൻ. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് പരിപ്പ് പായസവും ഉണ്ട്. എനിക്ക് കഷ്ടിച്ചിട്ട് തരാം. ഞാനും. അയ്യടാ, ഞാനെടുക്കും നിന്റേന്ന്. അപ്പൊ ഇത്തവണത്തെ നമ്മുടെ അമ്മച്ചീസിന്റെ ഓണസദ്യ അടിപൊളിയാലേ? ആ, നമുക്ക് കഴിച്ചാലോ? ഓക്കെ. പക്ഷെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ. ആ, ചോറ്. ഓ, അത് മാത്രം വെച്ചാ മതി. ഉം. ഓ, അടിപൊളി. പിന്നെ പപ്പടവും കാച്ചണം. ആ, നമുക്കെന്നാ ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലോ? കറികൾ എന്തായാലും ഉണ്ടല്ലോ. ഓക്കേ. ഇനി വാ നോക്കാം.